നമ്മളൊക്കെ വളരെ പ്രതീക്ഷയോടെ 2025 മുന്നിൽ കാണുകയാണ്. നമുക്കറിഞ്ഞുകൂടാ വാട്ട് ഈസ് ദെയർ ഇൻ സ്റ്റോർ, എന്തൊക്കെയാണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് നമുക്കാർക്കും വ്യക്തതയില്ല. എങ്കിലും നമ്മൾ വിശ്വാസവും ശുഭാപ്തി വിശ്വാസവും ഉള്ളവരാണ്. ദൈവത്തിലുള്ള വിശ്വാസവും അതോടൊപ്പം തന്നെ വി ആർ ഓപ്റ്റിമിസ്റ്റിക്. എന്ത് സംഭവിച്ചാലും എല്ലാം ദൈവത്തിൻ്റെ തിരുഹിതം എന്ന് അറിയുവാൻ, അംഗീകരിക്കുവാൻ ദൈവം നമുക്ക് സമർപ്പണമുള്ളൊരു ഹൃദയം തന്നിട്ടുണ്ട്. ഞാൻ മുന്നമേ പറഞ്ഞല്ലോ, നിങ്ങളോട് സംസാരിക്കുവാനുള്ള സന്ദേശം സംബന്ധിച്ച്. സാധാരണ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ വലിയ പ്രതീക്ഷകളൊക്കെ ജനത്തിനുണ്ടാകുന്ന സന്ദേശങ്ങളാണ് പൊതുവെ പറയാറുള്ളത്. എന്നാൽ ദൈവാത്മാവിനെ നയിച്ചത് മറ്റൊരു തലത്തിലാണ്. 2025 ദൈവം നമുക്ക് നൽകുന്നുവെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട 4 ചോദ്യങ്ങൾ. ആ 4 ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലിട്ട് തരാനാ എനിക്ക് ദൈവാത്മനിയോഗം. ഞാനിങ്ങനൊരു മെസ്സേജ് ഇന്ന് വരെ ഈ 36 വർഷത്തെ പ്രസംഗ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല. എൻ്റെ ഭാര്യ ഇവിടെ ഉണ്ട്, കുറേ വർഷമായിട്ട് അവളും കേൾക്കുന്നതാണ്. So I have never shared such a message, but the guidance of the Spirit of God was so powerful. Amen. To give you 4 questions. 4 ചോദ്യങ്ങളാണ്. These 4 questions repeatedly you have to ask yourself. ഓർത്തിരിക്കാൻ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. അതിലൊന്നാമത്തെ ചോദ്യം മനുഷ്യനോട് ദൈവം ആദ്യം ചോദിക്കുന്നൊരു ചോദ്യമാണ്. It's from Genesis chapter 3 verse 9. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. യഹോവയായ ദൈവം, and the Lord called unto Adam and said unto him, where art thou? ആദമേ, യഹോവയായ ദൈവം മനുഷ്യനെ അല്ലെങ്കിൽ ആദമിനെ വിളിച്ചു. അവനോട് ചോദിക്കുകയാണ്, where are you? That is the first question. Where are you? It's a divine question. ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. What does it mean? കുഞ്ഞുങ്ങളെ, ആ ചോദ്യം എന്തുവാ? ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചിട്ടുണ്ടോ? ഇപ്പോഴും കളിക്കോ? വലിയ പിള്ളേരായിപ്പോയി. ഹൈഡ് ആൻഡ് സീക്ക് ഒന്നുമില്ല. ഈ ഹൈഡ് ആൻഡ് സീക്ക് ആദ്യം തുടങ്ങിയ എവിടെയാണെന്നറിയോ? ഏതും തോട്ടത്തിൽ തുടങ്ങിയ അമ്പസാറ്റ് കളി. അപ്പൊ ആദമും അവയും കൂടെ അമ്പസാറ്റ് കളിച്ചേച്ച് എവിടെയോ പോയി ഒളിച്ചിരുന്നു. നിങ്ങളൊക്കെ കണ്ടെത്താൻ പറ്റാതെ വരുമ്പോ എന്താ പറയും? ഞങ്ങൾ നാട്ടിൽ സുല്ലിടുമായിരുന്നു. സുല്ലിടുവാന്നോ? അപ്പൊ കർത്താവ് സുല്ലിട്ടേച്ച് എനിക്കോ കണ്ടെത്താൻ പറ്റിയില്ല, നിങ്ങളിങ്ങി വാ, എവിടാ നിങ്ങൾ ഇരിക്കുന്നതെന്നാണോ ചോദ്യം? എത്ര ആഴമുള്ളൊരു ചോദ്യമാണെന്നറിയാവോ? വേർ ആർ യു? എവിടെയാ മറഞ്ഞു നിൽക്കുന്നത്? മരത്തിന്റെ മറവിൽ നിൽക്കുന്നത് തമ്പുരാൻ കാണാഞ്ഞിട്ടല്ല, ചെവിക്ക് പിടിച്ചിങ്ങി പൊക്കാനും വയ്യാഞ്ഞിട്ടല്ല. ആ ചോദ്യം അന്ന് ആ തോട്ടത്തിൽ ഉയർത്തിയത് മാനവജാതിയോട് മുഴുവനുള്ളൊരു ചോദ്യമാണ്. Where are you? What's your condition? കർത്താവിന്റെ ദാസൻ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? What about your relationship with God? The question is this: where are you? Are you right with me? ദൈവത്തിന്റെ ചോദ്യം, നീ ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ എവിടെയാണ്? Frequent fellowship they had in the Garden of Eden every evening. എല്ലാ ദിവസവും വെയിലാറുമ്പം കൂട്ടായ്മയുടെ ആഴം ഉണ്ടായിരുന്നു.
പക്ഷെ അതിനിടയിൽ ദൈവിക ബന്ധത്തിൽ നന്യപ്പെട്ടു പോകത്തക്ക നിലയിൽ കൽപ്പനാ ലംഘനം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. എനിക്ക് വിശദമാക്കി പ്രസംഗിക്കാൻ സമയവുമില്ല, അതിൻ്റെ ആവശ്യവുമില്ല. The first requirement. ഇവിടെ കർത്താവിന്റെ ദാസൻ റെസല്യൂഷൻ എന്നൊരു പദം ഉപയോഗിച്ചു. How many of you have a New Year resolution? Anybody? ആർക്കുമില്ല. സാക്ഷിയില്ലായിരുന്നു, അതുകൊണ്ടൊന്നും കേൾക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ കേൾക്കാമായിരുന്നു. 2024 ഒന്നും ആകാൻ പറ്റിയില്ല. 25 കർത്താവ് തരുന്നെങ്കിൽ ആകാൻ എന്നെ സമർപ്പിക്കുന്നു. അത് പണ്ടായിരുന്നു. ഇപ്പം പ്രത്യേകിച്ച് സമർപ്പണമൊന്നുമില്ല. ഒത്തിരി കൊല്ലം അങ്ങനെ പറഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ പുതിയ തീരുമാനമൊന്നും എടുക്കുന്നില്ലെന്നാണ് ഇപ്പോൾ പല പുള്ളികളും പറയുന്നത്. അതിന് വാക്യവും പിടിക്കും. നേർന്നിട്ട് നിവർത്തിക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതിരിക്കുന്ന നല്ലതെന്ന് വാക്യമുണ്ട് പാസ്റ്ററേ. ആ വാക്യത്തിൻ്റെ മുറിയലാണല്ലോ എല്ലാവരും കയറി പിടിക്കുന്നത്. അപ്പോൾ വന്നിപ്പം there is no resolution. Do you have any New Year resolution, children? Do you have? You made it or you are going to make it? Made it or make it? You will make it. Okay, give me a copy. റെസല്യൂഷൻസ് ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു. ഞാൻ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടു തരുന്നു. ഞാൻ ഇതിനൊന്നും എതിരല്ല. പക്ഷെ ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ആത്മനിയോഗമുള്ള വിഷയം എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ഡിവൈൻ റിക്വയർമെന്റ്സ്, നോട്ട് റെസല്യൂഷൻസ്. ഈ ചോദ്യം, വേർ ആർ യു, വാട്ട് ഈസ് യുവർ കണ്ടീഷൻ, വേർ ആർ യു ഇൻ റിലേഷൻഷിപ്പ് വിത്ത് മീ, എന്നോടുള്ള ബന്ധത്തിൽ നിങ്ങൾ എവിടെയാ? 2025 മുതൽ മുഴുവനും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇത് മുഴങ്ങണം. അതിൽ നിന്ന് അർത്ഥമാക്കുന്ന സന്ദേശം, ബി റൈറ്റ് വിത്ത് ഗാഡ്. തീരുമാനം എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്തോ, പക്ഷേ ദൈവം ആവശ്യപ്പെടുന്നത്, ദൈവം തരുന്ന ആയുസ്സിൻ്റെ വരും നാളുകൾ ദൈവത്തോട് നല്ല ബന്ധത്തിൽ, കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ, മെൻഡ് യുവർ റിലേഷൻഷിപ്പ്, ബി റൈറ്റ് വിത്ത് ഗാഡ്. പ്രവാചകൻ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, യെശയ്യാ 59:1, നമ്മൾ മനഃപ്പാടമാക്കിയിട്ടുള്ളതും പ്രാർത്ഥനയിൽ ഉദ്ധരിക്കുന്നതുമായ ഉച്ചരിക്കുന്ന വാക്യാണല്ലോ, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. ഇന്ന് രാത്രി ആ വാക്കുകൾ ചിലരോടുള്ള ദൈവിക സന്ദേശം തന്നെയാണ്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾക്കുവാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല. ഇന്ന് രാത്രിയും രക്ഷിക്കുവാൻ കഴിവുള്ള കരം, കേൾക്കുവാൻ കഴിവുള്ള കാതുകൾ എന്റെ ദൈവത്തിനുണ്ട്. പക്ഷെ അടുത്ത വാചക അവന്റെ കരത്തിന്റെ ബലഹീനതയോ അവന്റെ കാതുകളുടെ മന്ദതയോ അല്ല ദൈവപ്രവൃത്തിക്ക് തടസ്സമായി നിൽക്കുന്നത്. നമ്മെയും നമ്മുടെ ദൈവത്തെയും തമ്മിലകറ്റുന്ന അകർത്യത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിനാണ് പ്രിയപ്പെട്ടവരെ പരിഹാരം ആദ്യം വരുത്തേണ്ടത്. Where are you? എവിടെയാ നീ? Be right with God. Throughout the year of 2025, can you commit your life to walk in the will of God? Yes, amen. Walk in the commandments of God and walk in the purpose of God. ദൈവത്തിന്റെ ഇഷ്ടത്തിൽ, അവന്റെ കൽപ്പനകളിൽ, അവന്റെ ഉദ്ദേശത്തിൽ ജീവിക്കാൻ ഇന്ന് രാത്രി ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെങ്കിൽ, that's the secret of our success. അത് നമ്മുടെ ജയത്തിന്റെ ഒരു രഹസ്യം തന്നെയായിരിക്കും. The first question, where are you? നമ്മളോട് തന്നെ ചോദിക്കണം. ദൈവം നമ്മളോട് ചോദിക്കുന്ന ആ ചോദ്യം നമ്മുടെ അകത്ത് മുഴങ്ങണം. എന്നിട്ട് പറയണം, yes Lord, I'm here. ആ ചോദ്യം ഉയർത്തുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ
വെയിലാറുമ്പോൾ ഇറങ്ങി വരുന്ന ദൈവം തമ്പുരാന്റെ അടുക്കൽ ഓടിച്ചെന്നിരുന്ന ആദമും ഹവ്വയും ഇപ്പോൾ ഓടി അകലുകയാണ്. നിങ്ങളുടെ ചിന്തകൾക്ക് ഞാൻ ആ ഭാഗം വിടുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. So 3 verse 9, where are you? 4 verse 9. അതും കർത്താവിന്റെ ദാസൻ എടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കൺഫർമേഷൻ ഓഫ് മൈ മെസ്സേജ്. കയ്യിനോടുള്ള ചോദ്യമാണ് അവിടെ ചോദിക്കുക. വേർ ഈസ് യുവർ ബ്രദർ? അങ്ങനല്ലേ? പിന്നെ യഹോവ കയ്യിനോട് നിന്റെ അനുജനായ ഹാബേൽ എവിടെ? വേർ ഈസ് ഏബൽ thy brother? What's your relationship with God? Number 2, what's your relationship with your brother? Be right with your brother. നിന്റെ സഹോദരനോടുള്ള ബന്ധത്തിൽ നീ നേരെയായിരിക്കണം. പറ്റുമോ? ഇവിടെ പറ്റിയ കുഴപ്പം എന്താ? അവിടെയും പശ്ചാത്തലമൊന്നും പറയുന്നില്ല. കയീൻ ഹാബേലിനെ കൊന്നൊന്നും ദൈവം അറിയാഞ്ഞിട്ടാണോ? അറിഞ്ഞോണ്ടല്ലേ? വളരെ വിചിത്രമാണ് ദൈവത്തിൻ്റെ പ്രതികരണങ്ങൾ പലതിനോടും. നമ്മളായിരുന്നേ ചെന്നേച്ച് ഒറ്റ ചോദ്യം ചോദിച്ചേനെ, എന്തിനോടാ കൊന്നേ? അങ്ങനെയല്ലേ നമ്മൾ സാധാരണ നല്ല ചോദിക്കണ്ടേ? എന്തിനാടാ നിന്റെ സഹോദരനെ കൊന്നേന്നൊക്കെ അല്ലേ നമുക്ക് ചോദിക്കണ്ടേ? പക്ഷെ ദൈവം അങ്ങനെയല്ല ചോദിക്കുന്നത്. വേർ ഈസ് ദൈ ബ്രദർ? എവിടെയാ നിന്റെ സഹോദരൻ? ഈ രാത്രി നമ്മളോടുള്ള ചോദ്യമാണ്. അവിടെയും ആ പദപ്രയോഗം പ്രസക്ത. മെന്റ് യുവർ റിലേഷൻഷിപ്പ്. അനുജനെ കൊല്ലാനുള്ള കാരണം എന്താ പ്രിയപ്പെട്ടവരെ? എന്താ കാരണം? നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞു, വാട്ട് ഈസ് ദ റീസൺ? അസൂയ, എൻവി. അസൂയയില്ലാത്ത ആരിലൂടെ ഉണ്ടോ? എന്തൊരു മൗനമാണ്. അസൂയയില്ലാത്ത ആരും ഇല്ലേ? അയ്യോ, എല്ലാ അസൂയാന്നോ? നിങ്ങളുടെ മൗനത്തിന് ഞാൻ നന്ദി പറയുന്നു. പണ്ട് കേരളത്തിൽ വെച്ച് നടന്ന ഒരു ജനറൽ കൺവെൻഷനിൽ അമേരിക്കയിൽ നിന്ന് വന്ന സായിപ്പ് ചോദിച്ചു, ഇതുവരെ ഭാര്യയോട് ദേഷ്യപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെ കൈ ഉയർത്താൻ പറഞ്ഞു. ഭാര്യയോട് ദേഷ്യപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെ കൈ ഉയർത്താൻ പറഞ്ഞു. പാസ്റ്റേഴ്സ് കോൺഫറൻസ്. 2 ഉപദേശിമാർ കൈ അങ്ങ് പൊക്കി. അപ്പോൾ സായിപ്പ് പറഞ്ഞു, നിങ്ങളിങ്ങ് വരാൻ പറഞ്ഞു. അപ്പോൾ ഇവർ വിചാരിച്ചു സായിപ്പ് $1 ഏതാണ്ട് കൊടുക്കാനായിട്ട് വിളിക്കുവാന്ന്. ഇവരെ മുന്നേ കൊണ്ട് നിർത്തിയേച്ച് പറഞ്ഞു, ഭൂലോകത്തിലെ ഏറ്റവും വലിയ ലയേഴ്സ്, കള്ളം പറയുന്ന ഒരുമാരാന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പോയിരുന്നോളാം. അപ്പം നിങ്ങളാരും അസൂയയില്ലാത്തവരാണെന്ന് പറയാഞ്ഞത് നന്നായി. എനിക്കങ്ങനെ ശുശ്രൂഷ ചെയ്യേണ്ടി വന്നതിന്. എല്ലാവർക്കും ഇച്ചിരിയൊക്കെ അസൂയുണ്ടല്ലേ? കുറയ്ക്കണ്ടേ നമുക്ക്? അതെന്തൊരു ചോദ്യമല്ലേ? ഇച്ചിരിയൊക്കെ ഉണ്ടെന്ന് നമ്മൾ സമ്മതിച്ചു കഴിഞ്ഞു. മറ്റുള്ളവരെ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളുവാൻ കഴിയാത്തൊരു മനസ്സ് മാറിയിട്ട്, ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, അസൂയയ്ക്ക് 3 തലങ്ങളുണ്ട്. സമയം തീരുന്നു. 3 തലങ്ങൾ. അതിലൊന്നാമത്തെ തലം എന്ന് പറയുന്നത്, അവനുള്ളത് എനിക്കില്ലല്ലോ എന്നൊരു വല്ലാത്ത ഭാരം. അത് അസൂയയുടെ ഒന്നാമത്തെ പടിയാണ്. അതെല്ലാവർക്കും ഉണ്ട്, ഇല്ലേ? നമുക്കില്ലാത്ത ഒന്ന് മറ്റൊരാൾക്കുണ്ടാകുമ്പം ഗ്ലോറി ഹല്ലേലൂയ മാത്രമേ നമ്മൾ പറയത്തുള്ളൂ, അല്ലേ? ഒരു ചെറിയൊരു എവിടെയോ ഒരു അസ്വസ്ഥത, അത് സ്വാഭാവികമായുള്ള, അത് ഫസ്റ്റ് ലെവലാണ്. സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നതെന്നറിയോ? അവനുള്ളത് എനിക്കുണ്ടാകണം. ആ ഒരു ലെവലിലേക്ക് അസൂയ മൂക്കും. ഉണ്ടോ അങ്ങനെ? അവർക്കുള്ളതുപോലെ നമുക്കും ഉണ്ടാകണം, അതിനു വേണ്ടിയുള്ള ചിന്തകൾ, പിന്നെ പല കാര്യങ്ങൾ അതിനെ തുടർന്ന് വരും. അവർക്കുള്ളതുപോലെ എനിക്കും വേണം. അത് അസൂയയുടെ 2ാമത്തെ തലം. അസൂയയുടെ ഒരു മൂത്ത ഡിഗ്രി ഉണ്ട്. ആ ഡിഗ്രി കയറാകുകയുണ്ടല്ലോ, എനിക്കുണ്ടാകണം, അവർക്കുണ്ടാകരുത്. ഒരു നിലയിലും അവർക്കുണ്ടാകാൻ പാടില്ല, പക്ഷെ എനിക്ക്, എൻ്റെ കൊച്ചിന് റാങ്ക് കിട്ടണം, പക്ഷെ അവരുടെ കൊച്ചിന് അങ്ങനെയൊന്നും ചിന്തിക്കുക നിങ്ങളല്ല. എനിക്കറിയാം. 3ാമത്തെ ഡിഗ്രിയിൽ ആരും കയറിയിട്ടില്ല ഇതുവരെ.
അങ്ങനെ ആയിരുന്നു ഇന്ന് ശാസിക്കേണ്ട ആവശ്യകത വന്നേനെ. ഒന്നിലൊക്കെ നമ്മളിങ്ങനെ വട്ടം കറങ്ങുന്നവരാ, രണ്ടിലോട്ട് കാലെടുത്ത് വെച്ചവരും ഇല്ലാതില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ ആയിക്കൊള്ളട്ടെ, 2025 എന്നേക്കാൾ എൻ്റെ സഹോദരനെ, എൻ്റെ സഹോദരിയെ ശ്രേഷ്ഠനെന്നെണ്ണാൻ, അതുപോലെ സ്വന്തം കാര്യമല്ല, സ്വന്തം ഗുണമല്ല, മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കാൻ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വി ഹാവ് എ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി. സെൽഫിഷായിട്ട് മാത്രം ജീവിക്കാനല്ല ദൈവം നമ്മളെ സഭയാക്കി കൊണ്ടുവന്നത്. ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ പോലെയാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളും, ഓരോ വിശ്വാസിയും. അന്യോന്യം നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്, ഒരു കടപ്പാടുണ്ട്. എൻ്റെ കൂട്ടു സഹോദരൻ്റെ വേദന എൻ്റെ വേദനയാണ്. എൻ്റെ കൂട്ടു സഹോദരിയുടെ പ്രയാസം, ഞെരുക്കം എൻ്റെ പ്രയാസമായി, എൻ്റെ ഞെരുക്കുക. ആ നിലയിൽ നമ്മൾ കുറച്ചു പേരേ ഉള്ളല്ലോ, നമ്മൾ മെഗാ ചർച്ചൊന്നും അല്ലല്ലോ. ഇതിനകത്ത് ഒരമ്മ പെറ്റ മക്കളെ പോലെ ഏകോദര സഹോദരങ്ങളായി അന്യോന്യം ഉത്തരവാദിത്വമുള്ളവരായി നാം ഒന്ന് അനുവർത്തിക്കാമെങ്കിലുണ്ടല്ലോ, നമ്മുടെ അവസ്ഥ മാറും. ഞാനൊരു വലിയ മർമ്മം കൂടെ ഇന്ന് രാത്രി നിങ്ങളോട് പറയാം. എന്നേക്കാൾ എൻ്റെ സഹോദരൻ അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ സഹോദരി അനുഗ്രഹിക്കപ്പെടണം, നന്മ പ്രാപിക്കണം എന്നുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകുന്നുണ്ടല്ലോ, അവരുടെ സ്ഥിതി മാറും, നമ്മുടെ സ്ഥിതി മാറും. നമ്മൾ വായിക്കാറില്ല, യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം യഹോവ അവന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. ഞാൻ പറയാ, നമ്മുടെ ആവശ്യം ഒന്നും ഇനി ദൈവമുമ്പാകെ വെച്ചില്ലെങ്കിലും നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ ഈ 2025 തയ്യാറാകുന്ന ദൈവമക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തമ്പുരാൻ ഇരുവരെയും കടാക്ഷിക്കുന്ന ദൈവമാണ്. Where is your brother? അങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ ചുമ്മാ കയറി ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. കയ്യിൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടേച്ച് തിരിച്ചൊരൊറ്റ ചോദ്യമാണ്. എന്താ ചോദിച്ചതെന്നറിയാം? Am I the keeper of my brother? ഞാൻ എന്നെ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ? ആണ്. അടുത്തിരുന്ന് ആരാധിക്കാൻ മാത്രമല്ല, അന്യോന്യം കടപ്പാടുള്ള, ഉത്തരവാദിത്വമുള്ള ദൈവമക്കളാണ് നാം എന്നുള്ള ബോധ്യം നമ്മുടെ അകത്ത് വരണം. രണ്ടാമത്തെ ചോദ്യം, where is your sister? Where is your sister? Where is your brother? Be right with your brothers and sisters. Third question, ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ തന്നതെന്നറിയോ? Luke chapter 12 verse 42. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 42-ാമത്തെ വാക്യം. അവിടെ നമ്മൾ ആ ക്വസ്റ്റ്യൻ മാത്രം എടുക്കുക. തക്ക സമയത്തൊക്കെ ഉണ്ട് അതിനകത്ത് ആ ചോദ്യം മാത്രം. Who then is that faithful and wise steward? വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗ്രഹവിചാരകൻ ആര്? Faithful and wise steward. Be right with God. What about your relationship with God? What about your relationship with your brother here? What about the responsibility entrusted with you? നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ നീ എവിടെയായിരിക്കുന്നു? 25 ആവർത്തിച്ച് ചോദിക്കണം, എന്നെ ദൈവം ഏൽപ്പിച്ച കാര്യവിചാരകത്വം. ആരോ സഹോദരിമാർ ഹിന്ദിയിലൂടെ പ്രാർത്ഥിച്ചല്ലോ, ഹിന്ദി में हम बोलते हैं हिसाब देना पड़ेगा, है ना? We are accountable. 16-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പം, ആരംഭഭാഗം വായിച്ചു വരുമ്പം, ഒരു ദാസനോട് യജമാനൻ പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്, നിന്റെ കാര്യവിചാരകത്വത്തിന്റെ കണക്ക് ഏൽപ്പിച്ചു തരിക. One thing I would like to remind this church, each and every believer, we are the stewards. നമ്മൾ ആരായാലും, നമുക്ക് എന്തൊക്കെ ഉണ്ടായാലും, എത്രയൊക്കെ ഉണ്ടായാലും, നമ്മളൊക്കെ കാര്യവിചാരകന്മാരാ. 10 താലന്ത് ഏൽപ്പിക്കപ്പെട്ടാലും 5 താലന്ത് ഏൽപ്പിക്കപ്പെട്ടാലും
1 താലന്ത് 2 താലന്ത് ഏൽപ്പിക്കപ്പെട്ടാലും നമ്മളെല്ലാം കാര്യവിചാരകന്മാരാ. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു വാക്യമുണ്ട്, 1 പത്രോസ് 4-ാം അധ്യായം 10-ാം വാക്യം, 1 Peter chapter 4 verse 10. അവിടെ നമ്മൾ വായിക്കുന്നതെന്നറിയോ? ഓരോരുത്തന് as every man hath received the gift. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരന്മാരോടും സഹോദരിമാരോടും ദൈവാത്മാവിൽ എനിക്ക് പറയുവാനുള്ളത്, you have received a gift from the Lord. ദൈവത്തിൽ നിന്ന് ഒരു ദാനം, ഒരു കൃപ പ്രാപിക്കാത്ത ആരും ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നില്ല. എന്നെ ഒന്നും ഏൽപ്പിച്ചില്ലെന്ന് പറയാൻ ആർക്കും പറ്റത്തില്ല. പറ്റുമോ? വ്യത്യസ്തമായ നിലയിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നെ ഇച്ചിരിയല്ലോ ഏൽപ്പിച്ചുള്ളൂ, നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. നീ അത് വ്യാപാരം ചെയ്താൽ മതി. അല്പത്തിൽ വിശ്വസ്തനെ. ആരോടും ആത്മാവിൽ പറയുവാൻ എനിക്ക് ദൈവാത്മ നിയോഗമുണ്ട്. അല്പത്തിൽ വിശ്വസ്തനെ, അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിന് വിചാരകനാക്കുന്ന ദൈവപ്രവൃത്തി 2025 അനുഭവിച്ചറിയേണ്ട ചില ജീവിതങ്ങൾ ഈ രാത്രി എൻ്റെ വാക്കുകളെ കേൾക്കുന്നുണ്ട്. നിന്നെ ഏൽപ്പിച്ചതിൽ, നിന്നെ ആക്കി വെച്ചതിൽ, നിന്നെ നിയോഗിച്ചതിൽ ഇന്ന് രാത്രി നീ വിശ്വസ്തത പാലിക്കാൻ നിന്നെ തന്നെ സമർപ്പിച്ചു കൊടുത്താൽ, ഹല്ലേലൂയ, നിന്നെ അധികത്തിന് വിചാരകനാക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുന്നത് ഈ 25-ൽ നീ അനുഭവിച്ചറിയുവാൻ ഇടയായി തീരുമെന്ന് ആത്മാവ് പറയുമ്പോ, എന്നെ അധികം ഏൽപ്പിക്കട്ടെ, അന്നേരം ഞാൻ വിശ്വസ്തനായിരിക്കാം എന്ന് പറയാനല്ല. നീ എവിടെയായിരിക്കാൻ, എങ്ങനെയായിരിക്കാൻ, എന്തേൽപ്പിക്കപ്പെടാൻ സ്വർഗം നിർണയിച്ചിട്ടുണ്ടോ അതിൽ നീ വിശ്വസ്തത പാലിക്കുക. എന്നിട്ട് ആ വാക്യം പറയുന്നത്, ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെ കൊണ്ട്, what a beautiful verse, as every man has received the gift, even so minister the same one to another as good stewards of the manifold grace of God. Can you by heart this verse, my dear children? 1 Peter chapter 4 verse 10, by heart it and recite it next Friday. What a beautiful verse. ഓ, ദൈവം എന്നെ ഒന്നും ഏൽപ്പിച്ചിട്ടില്ലെന്ന് മനസ്സിൽ ചിന്തിക്കുന്ന ചില ആളുകൾ ഇന്ന് രാത്രി ഉണ്ട്. നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. As every man hath received. ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ, ഓരോരുത്തിക്ക് വരം ലഭിച്ചതുപോലെ ഈ രാത്രി ഒരു തീരുമാനം എടുക്കാമോ? ദൈവം എന്നെ ഏൽപ്പിച്ചതിൽ ഞാൻ 25-ൽ വിശ്വസ്തത പാലിക്കും. That is the fourth question. Third question. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ. പ്രകമ്പനം കൊള്ളിക്കുന്ന പ്രസംഗമൊന്നുമല്ല, നടത്താനൊക്കെ അറിയാം. പ്രകമ്പനം അകത്ത് ഇന്ന് രാത്രി മുഴങ്ങണം. അതിൻ്റെ വെളിച്ചത്തിൽ വരും ദിവസങ്ങളിൽ വിശ്വാസന്റെ ചുവടുകൾ വയ്ക്കണം. നാലാമത്തേത് ഒരു ചോദ്യമായിട്ടല്ല, പക്ഷെ അതിൽ നിന്നൊരു ചോദ്യം ക്രിയേറ്റ് ചെയ്യാൻ ദൈവാത്മാവ് എനിക്ക് നിയോഗം തന്നു. ലൂക്ക് ചാപ്റ്റർ 12 വേഴ്സ് 40, 12-ാം അധ്യായം അതിന് 40-ാമത്തെ വാക്യം, നനയാത്ത നാഴികയിൽ, നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് be ye therefore ready. The question is this, are you ready? Are you ready? ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, യജമാനൻ ഏത് യാമത്തിൽ വന്നാലും, ആ 12-ാം അധ്യായം നിങ്ങൾ 35 തൊട്ട് പിന്നീട് ശാന്തമായിട്ട് വായിച്ചോണം. ഒരു യജമാനൻ തന്റെ ദാസനെ ഏൽപ്പിച്ചിട്ട് പോകുകയാ, ദാസന്മാർക്ക് തക്ക സമയത്ത് ഭക്ഷണം കൊടുക്കാൻ. പക്ഷെ യജമാനൻ താമസിച്ചേ വരികയുള്ളൂ എന്ന് വിചാരിച്ച് ബാല്യക്കാരത്തികളെ തല്ലുന്ന, ഉപദ്രവിക്കുന്ന ഒരു ദാസനെ അവിടെ നമ്മൾ, കാര്യവിചാരകനെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നനയ്ക്കാത്ത സമയത്ത് ആ യജമാനൻ വരികയാണ്. ഇന്ന് രാത്രി എനിക്ക് ദൈവമക്കളോട് പറയുവാനുള്ളത്, കർത്താവ് പറഞ്ഞിട്ടുള്ള സകല പ്രബോധനങ്ങളിലും ഉപമകളിലും അവൻ്റെ വരവിൻ്റെ രഹസ്യ സ്വഭാവം വെളിപ്പെടുത്തിയിട്ടുണ്ട്.
നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. ബാക്കി എന്തൊക്കെ ചെയ്താലും ഇത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാം. ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നരുത്. ബാക്കി എന്തെല്ലാം ചെയ്താലും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമായി പോകും. First question, where are you? Be right with God. Second question, where is your brother? Be right with your brethren. Who is the wise and faithful steward? Be faithful and wise in the things pertaining to God. Number 4, are you ready? Be prepared for the coming of the Lord. Divine requirements. ഞാൻ ഒരു പ്രാവശ്യം കൂടെ മെൻഷൻ ചെയ്തു, പക്ഷെ അത് പറയാതെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത കാലത്ത് എൻ്റെ മനസ്സിനെ വല്ലാതെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിന്ത. ഞാൻ വായിച്ചത് ഒരിക്കൽ നിങ്ങളോട് പാസീവായിട്ട് ഞാൻ പറഞ്ഞതാണ്. Never waste your time chasing after the butterflies. Fix your garden. Butterflies will come. അർത്ഥം മനസ്സിലായല്ലോ? പൂമ്പാറ്റയുടെ പിറകെ പോയി നിന്റെ സമയം നീ നഷ്ടപ്പെടുത്തരുത്. നിന്റെ പൂന്തോട്ടം നീ നേരെയാക്കാമെങ്കിൽ പൂമ്പാറ്റകൾ നിന്നെ തേടിയെത്തും. 2025 ആണ്ടിൽ നീ ആഗ്രഹിക്കുന്ന ചില പൂമ്പാറ്റകൾ, ചില നന്മകൾ, ചില ഉയർച്ചകൾ, ചില വിശാലതകൾ, ചില മാന്യതകൾ, നീ അതിൻ്റെ പുറകെ പോകാനല്ല ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്നോട് പറയുന്നത്. നീ നിന്റെ ജീവിതത്തെ കേൾക്കപ്പെട്ട വചനത്തിനനുസരിച്ച് ഈ രാത്രി ക്രമപ്പെടുത്തിയാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് ദൈവസഭയോട് ദൂത് പറയുന്നു, നീ അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല, നിന്നെ അന്വേഷിച്ച് കാര്യങ്ങൾ വരും. നീ അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല, നിന്നെ അന്വേഷിച്ച് കാര്യങ്ങൾ വരും. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്? ദൈവഹിത പ്രകാരം ഞാൻ ക്രമീകരിക്കുമ്പോൾ, എന്റെ ജീവിതത്തെ ദൈവത്തിന്റെ ഹിതത്തിനായി ഞാൻ ഏൽപ്പിക്കുമ്പോൾ, ദൈവത്തിന്റെ കൽപ്പനകളുടെ വഴികളിൽ ഞാൻ നടക്കുമ്പോൾ എന്റെ കാര്യം സ്വർഗം ക്രമീകരിക്കുമെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ ആത്മനിറവിൽ അല്പനിമിഷങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. ആരും മൗനമായിരിക്കാതെ എല്ലാവരും ഒരുമിച്ച് അല്പനിമിഷങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. നാല് കാര്യങ്ങൾ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു. ബി റൈറ്റ് വിത്ത് ഗാഡ്, ബി റൈറ്റ് വിത്ത് യുവർ ബ്രദറൻ, ബി ഫെയ്ത്ത്ഫുൾ ഇൻ യുവർ സ്റ്റുവർഷിപ്പ്, ആൻഡ് അൾട്ടിമേറ്റ്ലി ബി പ്രിപ്പയർഡ് for his coming. ഇടയ്ക്കിടയ്ക്ക് അവരവരോടും തമ്മിൽ ചോദിക്കേണ്ട ഒരു ചോദ്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ, സമയം തീരുന്നോണ്ടാ. ഈ ധ്യാന ചിന്തകൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാ ഇങ്ങനെയുള്ള വാച്ച് നൈറ്റ് സർവീസിലും ഞാൻ പറയുന്ന ഒരു സന്ദേശം, ഒരു വാചകമുണ്ട്. നമ്മൾ പ്രതീക്ഷയോടെ നോക്കുന്നത് ഒരു പുതുവർഷ പിറവിയല്ല, നേരെ മറിച്ച് ഒരു പുതുയുഗ പിറവിയാ. വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? 2025 പുതുവർഷ, പക്ഷേ ഒരു ദൈവത്തിൻ്റെ പ്രതീക്ഷയും പ്രത്യാശയും പുതുവർഷമല്ല, പുതുയുഗ. അത് നമ്മൾ പാടുന്നത് എന്താണെന്നറിയോ? കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം അഴിയും, കാലമെല്ലാം കഴിയും, പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ.
നമ്മുടെ സർവീസ് ഇന്ന് 10 മണിക്ക് തീരുകയാണ്. പക്ഷെ പല സഭകളിലും 10 മണിക്ക് തീരത്തില്ല. 12 മണി 12 വരെയുണ്ട്. 12 മണിയാകുന്നതുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പാട്ടുപാടി പുതിയ സംവത്സരത്തെ സ്വീകരിച്ച് പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ അവരോട് വീട്ടിലേക്ക് മടങ്ങിപ്പോകും. പക്ഷെ പാട്ടുകാരൻ പറയുന്നതെന്നറിയാവോ? പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരത്തില്ല, തിരിച്ചൊരു പോക്കില്ല. ഈ രാത്രി പുതുയുഗ പിറവിയുടെ കാഹളം മുഴങ്ങിയാൽ നമ്മുടെ വീട്ടിലേക്കല്ല നമ്മൾ തിരിച്ചു പോകുന്നത്, നമ്മുടെ സ്വന്തം ഭവനത്തിലേക്ക് നമ്മൾ പറന്നു പോകുവാനിടയായി തീരും. ഞാൻ ഈ ചിന്തകളുമായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഒരു പാട്ടിൻ്റെ ചരണങ്ങൾ കടന്നു വന്നു. ആ പാട്ടിൻ്റെ ചരണം എന്ന് പറയുന്നത് ആരംഭം ഇങ്ങനെയാ: പ്രത്യാശയോടിതാ വന്നുദിക്കും പൊന്നുഷസേ. എന്നിട്ട് അടുത്ത സ്റ്റാൻസയിൽ വരുമ്പോ ഇങ്ങനൊരു ചോദ്യമുണ്ട്: രാജനേശു വന്നിടും. ഓ ഹല്ലേലൂയ. അടുത്തൊരു വാചകം, അടുത്തൊരു സ്റ്റാൻസ് പറയുന്നത്: എണ്ണയുണ്ടോ നിൻ വിളക്കിൽ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവസഭയോട് ദൈവാത്മാവിൽ എനിക്ക് പറയുവാനുള്ള പ്രബോധനം, 2025 ആയുസ്സോടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ അവസരമുണ്ടായാൽ എല്ലാ ദിവസവും അവരവരോട് തന്നെ ചോദിക്കണം, കഴിയുമെങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കണം: രാജനേശു വന്നിടും, നീ ഒരുങ്ങിയിട്ടുണ്ടോ? എണ്ണയുണ്ടോ നിൻ വിളക്കിൽ, നീ ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും 2025 കർത്താവ് വന്നെങ്കിൽ കൊള്ളായിരുന്നു. ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? മറ്റു പല സ്വപ്നങ്ങളും നമുക്കുണ്ടായിരിക്കും, പക്ഷേ അവന്റെ വരവിന്റെ സ്വപ്നം എന്ന് പറയുന്നത് നമുക്ക് എല്ലാറ്റിനേക്കാളും വലിയതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പ്രത്യാശയാൽ നിറയപ്പെട്ടവരായി പറയപ്പെട്ട 4 കാര്യങ്ങൾ ഹൃദയത്തിൽ ധ്യാനിച്ച് 2025 വർഷം മുഴുവനും ഹൃദയത്തിൽ അത് താലോലിച്ചുകൊണ്ട് ആ ചോദ്യങ്ങളെ നമ്മുടെ സന്നിധിയിൽ ഉയർത്തി വിശ്വസ്തയോടെ ജീവിപ്പാൻ ദൈവം എല്ലാവർക്കും കൃപ ചെയ്യട്ടെ. Wish you all a blessed and prosperous 2025. God bless you. Thank you very much. Praise the Lord. Hallelujah.